തോന്നുന്നു. അതെ, വോട്ട് ചെയ്യുകയാണ് അവിടെ. ഒരുപാട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായ മണ്ഡലം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പിന്നെ ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നും സാധാരണ മലയാളികളെ ബാധിക്കില്ലല്ലോ അഭിലാഷേ. എന്തായാലും ഞാൻ അവിടെ പോയ സമയത്ത് നല്ല കനത്ത മഴയായിരുന്നു. അപ്പോൾ മലയോര മേഖലകളിലൊക്കെ മഴ പെയ്താൽ വോട്ടിംഗ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാവുമോ, ആളുകൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരിക്കുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിലമ്പൂർ ആയിഷ ഇപ്പോൾ വോട്ട് ചെയ്ത് ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുക്കട്ടയിലെ പോളിംഗ് ബൂത്തിലാണ് നിലമ്പൂർ ആയിഷ വോട്ട് ചെയ്യുന്നത്. 202-ാം ബൂത്തിലാണ് എം സ്വരാജ് വോട്ട് ചെയ്യുന്നത്. മകനൊപ്പം നിലമ്പൂർ ആയിഷ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. അവർ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മുക്കട്ടയിലെ ബൂത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. നിലമ്പൂരിൽ ജനങ്ങൾ വിധിയെഴുതുന്നു. രാവിലെ 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. 7 മണിക്ക് തന്നെ എത്തി. വളരെ ഉഷാറോടെയാണല്ലോ എത്തിയത്. നമുക്ക് ജയിക്കണ്ടേ? അതേ ഊർജം കാണുന്നുണ്ടല്ലേ? നല്ല പോരാട്ട വീര്യം എപ്പോഴും ഉണ്ട്. അതുണ്ട്. എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ ഞങ്ങൾ ജയിക്കും. ആദ്യ വോട്ട് തന്നെ രേഖപ്പെടുത്തി. എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി. അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ? ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ? ബൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാ. അതുകൊണ്ട് വീണ്ടും കണ്ടതിൽ സന്തോഷം. ഇനിയിപ്പോ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. വരട്ടെ വരട്ടെ, നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ, അവരെല്ലാം ചെയ്യട്ടെ. കഴിഞ്ഞ തവണ അൻവറിനായിരുന്നു വോട്ട്, തവണ സ്വരാജിന്. അത് നിങ്ങൾ ചോദിക്കുന്നതിനോട് അത് ഞാൻ സ്വരാജിന് കൊടുക്കുള്ളൂ. എന്തായാലും ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാർ കാത്തിരിക്കുകയായിരുന്നു. തന്നെ കുറെ ആൾക്കാർ നേരത്തെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമായില്ലേ? എന്റെ രാജ്യം എന്നെ അംഗീകരിക്കണ്ടല്ലോ അല്ലെ? എന്റെ കുട്ടികളും എന്നാ പിന്നെ ഞാൻ പോയാലോ? അത്തരത്തിൽ നിലമ്പൂർ ആയിഷയുടെ ഊർജ്ജം അത് തന്നെയാണ് അഭിലാഷ്. ഞങ്ങൾ ജയിക്കും എന്ന ആത്മവിശ്വാസമാണ്. നമുക്കറിയാം നിലമ്പൂർ ആയിഷ രാഷ്ട്രീയ പക്ഷപാതിത്വം മറച്ചു വെക്കാത്ത ആളാണ്. അവർ ഇടതുപക്ഷ പ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് തന്നെ തുറന്ന് പറയുന്നുമുണ്ട് എല്ലാ കാര്യങ്ങളും. അതെ അതെ, സ്വരാജ് ജയിക്കും, ഞങ്ങൾ ജയിക്കും എന്നാണ് നിലമ്പൂർ ആയിഷ. നമ്മുടെ കുട്ടികളൊക്കെ വന്ന് വോട്ട് ചെയ്യട്ടെ എന്ന് വളരെ ആത്മവിശ്വാസത്തോടെയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം പോളിംഗ് ബൂത്ത് കണ്ടതിന്റെ സന്തോഷവും മറച്ചു വെക്കുന്നില്ല നിലമ്പൂർ ആയിഷ.